നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വഖഫ് അധിനിവേശത്തിനെതിരെ മുൻപത്തെ പാവപ്പെട്ട ജനത തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശത്തിനായി അവർ നടത്തുന്ന ആ ഒരു നിരാഹാര സമരം 50 ദിനത്തോട് അടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലും ഒരു വഖഫ് വിഷയത്തിൽ, മുൻപത്തെ ഒരു വഖഫ് വിഷയത്തിൽ ആ ഒരു പ്രശ്ന പരിഹാരം അനന്തമായി നീളുകയാണോ? ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയം പരിഹരിക്കാൻ എന്നവണ്ണം നിയമിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, അതിൻ്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് അല്പം മുമ്പ് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറു സൈഡിൽ പാർലമെന്റിൽ ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ വഖഫ് ബില്ല് പാസ്സാക്കും, വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ ഒരു JPCയുടെ ഒരു കാലാവധി അടുത്ത ബഡ്ജറ്റ് സമ്മേളനം വരെ നീട്ടിയിരിക്കുന്നു. ഈ ഒരു ഉണ്ടായിട്ടുള്ള ഈ ഒരു പുതിയ ഡെവലപ്മെന്റ്, ഈ ഒരു സംഭവ വികാസങ്ങൾ ഈ മുൻപത്തെ ഈ ഒരു വഖഫ് വിഷയത്തെ എത്രത്തോളം ബാധിക്കും? ഈ ഒരു വിഷയത്തിന് എന്താണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം? വഖഫ് ബോർഡിന് ആര് മണികിട്ടും? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP നേതാവ് അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ശ്രീ റോണി അഗസ്റ്റിൻ, ഒപ്പം മുനമ്പം സമരസമിതി നേതാവ് ശ്രീ ജോസഫ് ബെന്നി. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോസഫ് ബെന്നി, വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 22-ാം തീയതി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല ആ ഒരു യോഗത്തിലെടുത്ത ആ ഒരു തീരുമാനം, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള ആ ഒരു തീരുമാനം, അതിൻ്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് വിജ്ഞാപനമായിട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശവും അതിലുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു ടേംസ് ഓഫ് റെഫറൻസിനെ പറ്റിയുള്ള മുനമ്പം സമരസമിതിയുടെ ഒരു പ്രതികരണം എന്താണ്? വന്ന ഉടനെ തന്നെ ഞങ്ങള് വികാരിയച്ഛൻ ഫാദർ ആന്റണി സേയർ തറയിലും സെബാസ്റ്റ്യൻ പാലക്കൽ ചെയർമാനും ഞാനും എക്സിക്യൂട്ടീവുകളും ചേർന്നിരുന്നു. ആ മീറ്റിങ്ങിൽ ഇത് സ്വാഗതാർഹമാണ് എന്നാണ് അച്ഛൻ പ്രതികരിച്ചത്. കാരണം 1902 തിരുവിതാംകൂർ രാജാവിന്റെ പാട്ടത്തിന് കൊടുത്ത അത് വടക്കേക്കര വില്ലേജിൽ പറവൂർ താലൂക്കിൽ 18-1 സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയുടെ ഇപ്പോഴത്തെ സ്ഥിതി, വ്യാപ്തി, അതേപോലെ തന്നെ അതിൻ്റെ അവസ്ഥ, ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മേജർ ഭാഗവും കടലിലാണ്. ബാക്കി ഇവിടെയുള്ളത് 114 ഏക്കർ മാത്രമാണ്. ആ 114 ഏക്കർ ഭൂമി 610 കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. അതായത് 1989, 90 മുതൽ 93 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ആളുകൾ ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അത് വ്യക്തമായി, ബാക്കിയുള്ളതെല്ലാം കടലിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ്. ആ ഒരു കണക്കെടുക്കാൻ ഒരു നീണ്ട കാലാവധി, നീണ്ട ടൈം ആവശ്യമില്ല. ഓരോ വ്യക്തികളുടെ ആധാരങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ആ ഉണ്ടായിരുന്ന 1980-കളിലാണ് സീവാള് വരുന്നത്. സീവാള് വരുമ്പോൾ അതിനു മുൻപ് നടത്തിയ സർവേയിലാണ് 1962 തുടങ്ങി 71 വരെ 2 പ്രാവശ്യം ഈ ഭൂമി അളന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവും മാത്രമേ അത് കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഭൂമി തന്നെയാണ് വിറ്റിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഒരു വലിയ വിഷയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പിന്നെ വഖഫ് ബോർഡിലേക്ക് ഇത് എഴുതിയെടുത്തിരിക്കുന്നത് 2019-ലാണ്. വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുന്നത് ഏത് പ്രകാരം ഇവിടത്തെ ആളുകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് ഗവൺമെന്റിന് ഒരു ഉപദേശം കൊടുക്കാനാണ് ഈ കമ്മീഷൻ വന്നിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുത്ത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും. അത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അത് സ്ഥാപിച്ചു തരുന്നതോടൊപ്പം നിയമപരമായ കാര്യങ്ങൾ ആ റഫറൻസ് ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് ഗവൺമെന്റിന് ആക്റ്റീവ് ആകാൻ സാധിക്കും. അതിനു മുൻപേ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും. കാരണം സ്റ്റേ വന്നത് വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത് വഖഫ് ബോർഡിലേക്ക് എഴുതിയിരിക്കുന്നത്. പക്ഷെ അഡ്വക്കേറ്റ് ജനറലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് പരിശോധിക്കേണ്ടതാണ് എന്നൊരു റിപ്പോർട്ട് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റവന്യൂ അവകാശങ്ങൾ കീഴ്ക്കോടതിയുടെ വിധി പുനഃസ്ഥാപിച്ച് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു കൗണ്ടർ അഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിധി നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അടിയന്തിരമായിട്ട് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചും കിട്ടും,
സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് സർക്കാർ ട്രൈബ്യൂണലിലും അതേപോലെ കേസുകളിലും ഒരു തീർപ്പുണ്ടാക്കി കിട്ടും. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു പ്രശ്നം ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നു. സർക്കാർ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഒരു തീരുമാനം നിലവിലെ ഒരു നിയമ സാഹചര്യത്തിൽ ഈ വഖഫ് ബോർഡിന് മേൽ ഒരു ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലല്ലോ. അപ്പോൾ വീണ്ടും ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു, സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ഈ പന്ത് വഖഫ് ബോർഡിന്റെ കോർട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല. അതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? അത് അടിയന്തരമായി നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതോടൊപ്പം ഇത് കോടതിയിൽ കേസ് നടക്കുകയാണ്. ആദ്യം ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നു. ആ ട്രിബ്യൂണൽ വിധി വഖഫ് ബോർഡിലെയാണെന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ അതിനെ എന്ത് ചെയ്യാം, സർക്കാരിന് അപ്പീലിൽ പോകാം. അതല്ലെങ്കിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ട്രൈബ്യൂണലിനെ കോടതി വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. അപ്പോഴും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കല്ലോ, കോടതിയിൽ കേസ് നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. കേസ് നടന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ മൂലാധാരം 1950 ആധാരത്തിൽ പറയുന്നു ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൊടുത്ത ഭൂമിയാണ്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ അവശേഷിച്ചാൽ എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും ഇത് തിരിച്ചെടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളും കൂടി വ്യക്തമാവുന്നുണ്ട്. 1948 ഫറൂഖ് കോളേജ് സ്ഥാപിക്കുമ്പോൾ അഫിലിയേഷന് അപേക്ഷിച്ചത് മദ്രാസ് സ്റ്റേറ്റിലാണ്, മലബാർ യൂണിവേഴ്സിറ്റി. എനിക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. മദ്രാസിൽ ആ അപേക്ഷിക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയാണ് അവരെ ആവശ്യപ്പെട്ടത് അഫിലിയേഷന് വേണ്ടിയിട്ട്. അത് ഇല്ലാതിരുന്നതിന്റെ പേരിൽ പലരിൽ നിന്നും സ്വത്ത്, ഇത് 1 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരു സ്വത്തായിരുന്നു, 44 ഏക്കർ. അതേപോലെ പല സ്വത്തുക്കളും കാണിച്ചാണ് അവർ അഫിലിയേഷന് അപേക്ഷിച്ചത്. എന്നിരുന്നാലും കേരള പുതിയ സ്റ്റേറ്റ് പിറന്നതിന് ശേഷമാണ് കേരള സർവകലാശാലയിൽ നിന്നാണ് ഫറൂഖ് കോളേജിന് അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയൊരു ക്ലാരിഫിക്കേഷൻ, ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുക, വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റി കിട്ടുക. അത് ഈ ഡീഡ് കൃത്യമായി പരിശോധിച്ചാൽ അറിയാൻ പറ്റും. 1950 വരുന്നത് തന്നെ വഖഫ് ആക്ട് എന്ന് പറഞ്ഞാൽ 1923 മുസൽമാൻ ആക്ട് ആണ്. ആ ആക്ടിലും പറയുന്നത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. അപ്പൊ 1950 മുസൽമാൻ ആക്ട് പരിശോധിക്കുമ്പോൾ ഇത് പെർമനന്റ് ഡെഡിക്കേഷൻ അല്ല, അതുകൊണ്ട് കണ്ടീഷണലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു വിജ്ഞാപനത്തിൽ വളരെ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശം നമ്മൾ ഈ വിജ്ഞാപനം പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഒരു ലൈനിലും വഖഫ് ഭൂമി എന്നൊരു വാക്ക് യൂസ് ചെയ്തിട്ടില്ല. അത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയല്ലേ? വഖഫ് ഭൂമി എന്നൊരു വാക്ക്, അത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയല്ലേ? ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ജനത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നു. ഇതിന് മുൻപത്തെ കമ്മീഷനുകൾ, ഇപ്പൊ വഖഫ് ബോർഡ് എൻക്വയറി കമ്മീഷൻ വെച്ചു. നിസാർ കമ്മീഷൻ അല്ല ഒരിക്കലും ഈ വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കാനുണ്ടായ പ്രചോദനം. സിദ്ദിഖ് സേഠിന്റെ പേരക്കുട്ടികൾ വഖഫ് ബോർഡിൽ കൊടുത്ത ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിലെ ഫറൂഖ് കോളേജിനെ സിറ്റിംഗ് നടത്തി, സിദ്ദിഖ് സേഠിന്റെ മക്കളെയും സിറ്റിംഗ് നടത്തിയതിനു ശേഷം വഖഫ് ബോർഡ് ഒരു 2 അംഗ എൻക്വയറി കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ എൻക്വയറി കമ്മീഷൻ 3 മാസം പഠിച്ചിട്ട് ആ പഠിച്ചത് ഞങ്ങളുടെ ആധാരങ്ങളോ ഈ പറയുന്ന മൂലാധാരങ്ങളോ ഇതൊന്നും പരിശോധിച്ചില്ല. ഏകപക്ഷീയമായി വഖഫ് എന്നൊരു വാക്ക് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിന്റെ ഒറ്റ പുറത്താണ് അവരിത് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കാനായിട്ടുള്ള ആ കമ്മീഷൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2019 ഇത് എഴുതിയെടുത്തത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് മുനമ്പം തീരപ്രദേശത്തെയും അതുപോലെ തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള എല്ലാ ആളുകൾക്കും ഈ വഖഫിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് വഖഫല്ല എന്ന് മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഈ പറയുന്ന മുസൽമാൻ ആക്ട് 1923 മുസൽമാൻ ആക്ട് പ്രകാരം. യെസ്, അത് വളരെ വ്യക്തമാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് മുനമ്പം സമരസമിതി ഈ ഒരു വിജ്ഞാപനത്തെ കാണുന്നത്. ആ ഒരു വാക്കുകളാണ് ശ്രീ ജോസഫ് ബെന്നി പങ്കുവച്ചത്. അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, ഈ BJP സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല്, അപ്പോൾ അതിന്റെ ഒരു ആവശ്യകത, അതിന്റെ ഒരു അനിവാര്യത, ഒപ്പം തന്നെ മുൻ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന ഈ വഖഫ് നിയമം, അതിന്റെ ഒരു ഭീകരത, അത് കൂടുതൽ ചർച്ചയാക്കാൻ ഇടയായത് മുനമ്പത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ ഭൂമിയിൽ
ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ നടത്തിയ ഒരു സമര പോരാട്ടം തന്നെയാണ്. അപ്പോൾ ആ കാലയളവിലൊക്കെ വളരെയധികം പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അവിടുത്തെ ജനതയും ഒപ്പം തന്നെ ഭാരതത്തിലെ മറ്റ് ജനവിഭാഗങ്ങളും നോക്കിക്കണ്ടത്. പക്ഷെ അതിലൊരു ആശങ്ക ജനിപ്പിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ഈ ഒരു ഭേദഗതി ബില്ല് പാസ്സാക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ സെപ്റ്റംബർ 29 നടന്ന ഹരിയാനയിൽ നടന്ന ഒരു ഇലക്ഷൻ റാലിയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, വഖഫ് ബിൽ വിൽ ബി പാസ്ഡ് ഇൻ ദി വിന്റർ സെഷൻ, ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കും. സെപ്റ്റംബർ 17 അദ്ദേഹം സമാനമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി, വഖഫ് ബിൽ വിൽ ബി പാസ്ഡ് ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ അത് പാസ്സാക്കാൻ കഴിയാതെ പോകുന്നത്, ഈ JPCയുടെ ഒരു കാലാവധി വീണ്ടും നീട്ടുന്നത്? അത് പ്രത്യേകിച്ച് മുനമ്പം ജനതയെ, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന മുനമ്പം ജനതയെ ഒരു ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് BJP ആ ഒരു വിഷയത്തിൽ നിന്നും പിന്നോക്കം പോയി എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത്? അഡ്വക്കേറ്റ് ജയസൂര്യ. പാർലമെന്റില് ഈ വിഷയത്തിൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി വെക്കേണ്ട കാര്യം പോലും ഇല്ല. ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട്, വേണമെങ്കിൽ ഇതങ്ങ് പാസ്സാക്കിയാൽ മതി. പക്ഷേ ഇതിനു മുമ്പ് വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നു BJPക്ക്. പല കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല, പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തില്ല, ജോയിന്റ് പാർലമെന്ററി കമ്മീഷനെ വെച്ചിട്ട് അത് അന്വേഷിക്കാനും പഠിക്കാനും അവസരം കൊടുത്തില്ല. അതുകൊണ്ട് അത് സംഘർഷങ്ങളിലേക്കും സമരങ്ങളിലേക്കും നീങ്ങുന്ന അന്തരീക്ഷമുണ്ടായി. നമുക്കറിയാം കർഷക സമരമൊക്കെ ഉണ്ടായ പശ്ചാത്തലം. അതുകൊണ്ട് ഗവൺമെന്റിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, വേണമെങ്കിൽ പാസ്സാക്കിയെടുക്കാം. എന്നാൽ പോലും ഇത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഇത് ചർച്ച ചെയ്യട്ടെ, പരസ്യമായി ചർച്ച ചെയ്യട്ടെ. മാത്രമല്ല ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ട്, എന്തെങ്കിലും നീക്കം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്, വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എങ്കിൽ അതിന് അവസരം കൊടുക്കേണ്ടതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ വെച്ചത്. ഈ കമ്മിറ്റിയിൽ 31 പേരാണ് ചെയർമാൻ അടക്കം വരുന്നത്. അതായത് ലോകസഭയിൽ നിന്ന് 20 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ചെയർമാനും ഉൾപ്പെടെ 31 പേരാണ് വരുന്നത്. ഈ 31 പേരെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ പ്രാതിനിധ്യമുള്ള പാർട്ടികൾ എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമിതിയെ വെച്ചിട്ട് അത് ഉടൻ തന്നെ പാസ്സാക്കാം എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ പ്രതീക്ഷയും ഗവൺമെന്റിന്റെ ആഗ്രഹവും. പക്ഷേ ഈ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയും ഇറങ്ങിപ്പോക്ക് നടത്തുകയും സമരം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കാലാവധി നീട്ടേണ്ടി വന്നത്. കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത് ഗവൺമെന്റ് അല്ല, കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത് BJP അല്ല, NDA അല്ല, മറിച്ച് പ്രതിപക്ഷ പാർട്ടികളാണ് കാലാവധി നീട്ടണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കണം, കൂടുതൽ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യണം, റെഫറൻസ് കൂടുതൽ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബ്ദം ബഹളം ഉണ്ടാക്കുകയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയും ചെയ്ത പരസ്യമായ സമരപ്രഖ്യാപനത്തിനൊടുവിലാണ് ആ പ്രതിപക്ഷ നിർബന്ധത്തെ തുടർന്ന് ഈ കാലാവധി നീട്ടിക്കൊടുക്കേണ്ടി വന്നത്. പക്ഷേ JPCയിൽ ഒരു BJP MPയുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. BJP MPയുടെ ഭാഗത്തു നിന്നും പറയുന്നത് പോലെ JPCയുടെ കാലാവധി നീട്ടണം എന്ന തരത്തിൽ ഈ JPC പാനലിലുള്ള ഒരു BJP MP. അതെ, ആര് തന്നെ പറഞ്ഞാലും അത് പൊതുവായിട്ടുള്ള ഒരു ആവശ്യമായി അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് അതിനെ അനുസരിക്കുകയാണ് ചെയ്തത്. ആര് പറഞ്ഞാലും, അതിനകത്ത് BJP പറഞ്ഞാലും പ്രതിപക്ഷം പറഞ്ഞാലും. പക്ഷെ പ്രതിപക്ഷമാണ് ഇതിന് നേരിട്ട് നേതൃത്വം കൊടുത്തതും ഇത് വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം നീട്ടിക്കൊടുക്കാം, ചർച്ച ചെയ്യാം, കൂടുതൽ പഠിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റിന് എത്തിച്ചേരേണ്ടി വരികയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ JDU TDP നമുക്കറിയാം BJPക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷമില്ല. അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു? കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ചില മുസ്ലിം സംഘടനകളൊക്കെ ഈ TDP നേതാവ് നായിഡുവിനെ പോയി കാണുകയൊക്കെ ഉണ്ടായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഈ വിഷയത്തിൽ BJP സർക്കാർ നേരിടുന്നുണ്ടോ? യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും നേരിടുന്നില്ല. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ചർച്ച നടത്തി NDA ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് BJPയുടെ മേൽ സമ്മർദ്ദമേ ഇല്ല.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് സമ്മേളനത്തിന് വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ എന്ത് വില കൊടുത്തും ഈ ബില്ല് പാസ്സാക്കും, ഈ ഭേദഗതി ബില്ല് പാസ്സാക്കും, യാതൊരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഈ ബില്ല് പാസ്സാക്കും എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് NDA സർക്കാരിൻ്റെത്, അല്ലെ? NDA സർക്കാരിന്റെ ആഗ്രഹം അതാണ്, എത്രയും പെട്ടെന്ന് ഇത് പാസ്സാക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇത് ജനാധിപത്യ ധ്വംസനം നടത്തിയെന്ന് പറയുന്ന ഒരു ആക്ഷേപം പിന്നെ ഉണ്ടാവരുത്. അതുകൊണ്ട് ചർച്ച ചെയ്യാനുള്ള മുഴുവൻ സമയവും അനുവദിക്കും. ആർക്ക് എന്ത് തെളിവ് വേണമെങ്കിലും കൊണ്ടുവരാൻ ഉള്ള അവസരം കൊടുക്കും. ഇതിൽ ഇനി മുൻപ് പറ്റിയതുപോലെ, അതായത് മറ്റ് ബില്ലുകളിൽ കർഷക സമരം പോലെയുള്ള അനുഭവങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് അവസരം കൊടുത്തില്ല എന്നൊരു ആക്ഷേപം ഉണ്ടാകരുത്. അതുകൊണ്ട് ആർക്കും പഠിക്കാം, പറയാം, ചർച്ച ചെയ്യാം, വിശദാംശങ്ങൾ ഹാജരാക്കാം, റഫറൻസിന് മറ്റു കാര്യങ്ങൾ വഴികൾ തേടാം. ഇതിനൊക്കെ സമയം അനുവദിക്കാതെ തിടുക്കത്തിൽ നടപടി എടുത്തു, ഇത് വർഗീയമായിട്ടുള്ള ഒരു BJPയുടെ ഹിന്ദു വർഗീയ അജണ്ടയാണ് എന്ന ആക്ഷേപം കേൾക്കാതിരിക്കാനും കൂടിയാണ് ഇപ്പോൾ ഈ സമയം അനുവദിച്ചിരിക്കുന്നത്. എങ്കിലും എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണം എന്ന് തന്നെയാണ് BJPയുടെ നിശ്ചയം. അത് നടപ്പാക്കാൻ BJP അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധവുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇനി ബഡ്ജറ്റ് സമ്മേളനത്തിൽ അത് കൃത്യമായി പാസ്സാക്കും എന്ന വ്യക്തമായിട്ടുള്ള ആ ഒരു നിലപാട് അങ്ങ് പറയുകയുണ്ടായി. പക്ഷേ ഈ പ്രതിപക്ഷ സമ്മർദ്ദം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഘടകകക്ഷികളുടെ ഭാഗത്തുള്ള സമ്മർദ്ദം, നിലവിലെ ഒരു ബില്ലിന്റെ ആ ഒരു രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെള്ളം ചേർക്കൽ അതിന് BJP തയ്യാറാകുമോ? കാരണം ഈ മുൻപത്തെ വഖഫ് ബില്ല് നമുക്കറിയാം അതിഭീകരമാണ്. ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതസ്വഭാവമുള്ള ഒരു നിയമം അത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. അതിന്റെ ഒരു പല്ല് മുറിക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മികച്ച ഒരു ഭേദഗതി തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ അതിൽ വരും എന്നൊരു ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഇതിന് 10 വർഷത്തെ ചരിത്രമുണ്ട്. ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വിട്ടുകൊടുത്തു. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കും സംഘടനകൾക്കും ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് ചർച്ച ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അവസരം കൊടുത്തു. 1 കോടിയിൽ പരം നിർദ്ദേശങ്ങളാണ് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും മുസ്ലിമിലെ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ 1 കോടിയിൽ പരം നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഫയൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം വളരെ വിശദമായ ഒരു ഒരുക്കത്തിന് ശേഷമാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷം, അവരുടെ പല നേതാക്കന്മാരും MP-മാരും വ്യക്തിപരമായിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ കണ്ട് ഇത് നടപ്പാക്കേണ്ടതാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. പക്ഷെ അവർക്കത് പാർലമെന്റിൽ വന്ന് പറയാൻ പേടിയാണ്. സംഘടിത മുസ്ലിം വോട്ടിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഭയമായതുകൊണ്ട് അവർ പാർലമെന്റിലോ പത്രക്കാരുടെ മുമ്പിലോ അത് പറയില്ല എന്നുള്ള വസ്തുതയും കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്റെ പാർലമെന്റ് പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് സുവ്യക്തമാണ്. ഈ ഭേദഗതി നടപ്പാക്കുക തന്നെ ചെയ്യും. അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കുകയില്ല. എന്നാൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള ആക്ഷേപം കേൾക്കണ്ടല്ലോ എന്ന് മാത്രമാണ് ഗവൺമെന്റ് ഈ നീട്ടിവെക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാനോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ എന്തെങ്കിലും വകുപ്പുകൾ എടുത്തു കളഞ്ഞ് ദുർബലപ്പെടുത്താനോ ഇതിന്റെ പല്ലും നഖവും പറിച്ചെടുക്കാനോ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയത്തിൽ ഇനി ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഈ മുനമ്പം ആ ഒരു ദേശം സ്ഥിതി ചെയ്യുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഹൈബീഡിന്റെ നിലപാട് എന്താണെന്നറിയാൻ രാഷ്ട്രീയ കേരളവും പൊതുസമൂഹവും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ആ വിഷയത്തിൽ BJPയുടെ ഒരു നിലപാട് എന്താണ്? ഈ വിഷയത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്ന കോൺഗ്രസുകാരാണ് കേരളത്തിൽ. പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കുന്ന കോൺഗ്രസുകാരാണ് കേരളത്തിൽ. രാഹുലും പ്രിയങ്കയും കഴിഞ്ഞാൽ കോൺഗ്രസിലെ 3ാമത്തെ ഏറ്റവും വലിയ കരുത്തനാണ് വേണുഗോപാൽ. ഇങ്ങനെ മഹാരഥന്മാരെല്ലാമുള്ള കേരളത്തിൽ നിന്ന് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ ഒരൊറ്റ MP പോലും അംഗമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് ഇവിടെ MP-മാരുണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് MP-മാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം. അതിൽ തന്നെ ക്രൈസ്തവ MP-മാര് ധാരാളം പേരുണ്ട്, രാജ്യസഭയിലും ലോകസഭയിലുമായിട്ട്. എന്നിട്ട് പോലും കോൺഗ്രസിൽ നിന്നോ മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നോ ഒരൊറ്റ MP-യെ പോലും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്ന രീതി, ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി വേണം എന്നുള്ളത് സഭയില് സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പീക്കറാണ് അതിനുവേണ്ടി പാർട്ടികളെ ക്ഷണിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് അധ്യക്ഷൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്തതിനു ശേഷം
ഓരോ പാർട്ടിയിൽ നിന്നും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് പോകേണ്ട ആൾക്കാരുടെ പേര് അദ്ദേഹത്തിന് സ്പീക്കർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ നടപടിക്രമം. പക്ഷേ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ CPM, CPI, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ രാജ്യസഭ, ലോകസഭ MP-മാരുടെ ലിസ്റ്റിൽ 30 പേരെ ഉൾപ്പെടുത്തിയിട്ടും കേരളത്തിൽ നിന്ന് ഒരാൾ പോലും ഉൾപ്പെടാതെ മാറി നിന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ മാറി നിന്ന വ്യക്തികളിൽ ഒരാളാണല്ലോ ഹൈബി ഈഡൻ. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നാടകം കേരളത്തിലെ MP-മാര് BJP ഉപയോഗിക്കുകയാണ്. BJP MP മന്ത്രിയായി പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിലെ മെമ്പറായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോ ബാക്കിയുള്ള 28 MP-മാർ, രാജ്യസഭ, ലോക്സഭ ഉൾപ്പെടെ 28 MP-മാരും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ തല കാണിക്കാതെ മാറി നിന്നത് ഇരട്ടത്താപ്പാണ്. ഇത് ശരിക്കും കേരളത്തോടും മുനമ്പം ജനതയോടുമുള്ള വഞ്ചനയാണ്. അല്ലെങ്കിൽ അവർ അതിനകത്ത് കയറി അഭിപ്രായം പറയണ്ടേ? ഇതാണ് മുനമ്പത്തിന്റെ അഭിപ്രായം, ഇതാണ് കേരളത്തിന്റെ അഭിപ്രായം. മുനമ്പം മാത്രമല്ലല്ലോ, കേരളത്തിന്റെ പല ഭാഗത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിന്റെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കേരളത്തിലെ ഇന്ന MP-മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. ആ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയിലെ ആ പാർട്ടികളുടെ പ്രതിനിധികളെ എന്തുകൊണ്ട് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ വച്ചില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്ക് കമ്മിറ്റിയിൽ പോകണമെന്ന് ഒരാളും പറഞ്ഞില്ല? വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇത്. ഭയങ്കര തട്ടിപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ശ്രീ ജോസഫ് ബെന്നി ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദയനീയത തോന്നി, വിഷമം തോന്നി. എന്താണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ? അതായത് ഒരു സർക്കാരിന് ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാര്യത്തിൽ, അതായത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ സർക്കാരിന് ബുദ്ധിമുട്ടാണ് എങ്കിൽ, അപ്പോ സർക്കാർ കേരളത്തിൽ സാധാരണ ചെയ്യുന്ന കാര്യം എന്താ? ജുഡീഷ്യൽ അന്വേഷണത്തിന് വിട്ടു. ജുഡീഷ്യൽ അന്വേഷണത്തിന് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രത്തിൽ വലിയ വാർത്ത വരും, ജുഡീഷ്യൽ അന്വേഷണത്തിന് വിട്ടിരിക്കുന്നു, ഇന്നയാളെ കമ്മീഷനാക്കിയിരിക്കുന്നു. പിന്നെ ചർച്ച അതുവഴി പൊക്കോളും. പിന്നെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്, അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യർ അതിന്റെ പുറകെ അങ്ങ് പൊക്കോളും. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ആദ്യകാലം മുതൽ ഇന്ന് വരെ 100 കണക്കിന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ അടുക്കി വെക്കാൻ ഗോഡൌൺ കണക്കിന് സ്ഥലമുണ്ട്. ശബരിമല അമ്പലത്തിലെ തീവെപ്പ് നടത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് മുതൽ ഇപ്പോൾ ഈ നിയമിച്ച ജാമേന്ദ്രന്റെ റിപ്പോർട്ട് വരെ വെളിച്ചം കണ്ടിട്ടുണ്ടോ? വെളിച്ചം കാണാൻ പോകുന്നുണ്ടോ? നടപടിയെടുക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വിഷയം മറവിയിലേക്ക് വലിച്ചെറിയുക, ജനശ്രദ്ധയിൽ നിന്ന് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ വിഷയം അന്ധകാരത്തിലേക്ക് തള്ളുക, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക. ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് വന്നെങ്കിലും എന്ന് പേടിച്ചാണ് ജുഡീഷ്യൽ അന്വേഷണത്തെ അങ്ങോട്ട് വിടുന്നത്. അത് ഒരു കാലത്തും പിന്നെ തിരിച്ചു വരികയാണ്. ഈ പാവങ്ങളായിട്ട് കുറെ പേര് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസും അതിന്റെ നിയമവും ചട്ടവും റൂളും ആക്റ്റും പറഞ്ഞുകൊണ്ട് നടന്നോളും. ഇത് ഇവർക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന, ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടിയാണ് ജുഡീഷ്യൽ അന്വേഷണം. ഇതുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ മുനമ്പം സമരസമിതിയോട് എനിക്ക് പറയാനുള്ളത്, ഈ കെണിയിൽ പോയി വീഴരുത്, ഈ ചൂണ്ടയിൽ കൊത്തരുത് എന്നാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ റോണി അഗസ്റ്റിൻ, നമുക്ക് ഈ വഖഫ് വിഷയം, പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ ബാധിക്കുന്ന വഖഫ് വിഷയം, മുനമ്പത്തെ മാത്രമല്ല കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഈ വഖഫിന്റെ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ചാവക്കാട് വിഷയമുണ്ട്, മാനന്തവാടിയിൽ വിഷയമുണ്ട്, കണ്ണൂർ തളിപ്പറമ്പ് വിഷയമുണ്ട്, മറ്റു പല പ്രദേശങ്ങളിൽ ഈ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു ഭീകരമായിട്ടുള്ള ഒരു നിയമം, ഒരു അധിനിവേശ സ്വഭാവമുള്ള നിയമം, ഒരു മത സ്വഭാവമുള്ള നിയമം, അതിനേക്കാൾ ഉപരി ഒരു ശരീഅത്ത് സ്വഭാവമുള്ള ഒരു നിയമം, ഈ നിയമത്തിന്റെ ഒരു ഭേദഗതി, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നപ്പോൾ കൃത്യമായിട്ടും കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഒരു ഇരട്ടത്താപ്പ് വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ കാരണമായിട്ടില്ലേ? അതായത് ഈ പറയുന്ന അധിനിവേശ സ്വഭാവമുള്ള നിയമത്തിന് വേണ്ടി അവരുടെ തർക്കങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരേ സ്വരത്തിൽ കൈയടിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസത്തിനും നാം സാക്ഷ്യം വഹിച്ചു. അപ്പൊ കൃത്യവും വ്യക്തവുമല്ലേ ചില വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് എന്ത് നിലപാടും സ്വീകരിക്കാൻ നമ്മുടെ ഇടത് വലത് മുന്നണികൾ തയ്യാറാണ് എന്നതിന്റെ ഒരു സൂചന തന്നെയല്ലേ ഇത്, ശ്രീ റോണി അഗസ്റ്റിൻ? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മതത്തോടുള്ള ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷത്തോടുള്ള ഒരു പ്രീണന രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നത് എന്നുള്ളത് യാതൊരു ആക്ഷേപവുമില്ല. അത് കൃത്യമാണ്. ഇനി രണ്ടാമത് അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞതിൽ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ്.
കാരണം ജോസഫ് ബെന്നി സാറ് അദ്ദേഹം അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനോട് യോജിച്ച് നിൽക്കുന്നു സർക്കാരിൽ ഒരു ശുഭാപ്തി വിശ്വാസം. അത് മുനമ്പം നിവാസികളുടെ ഒരു സ്വഭാവത്തിന്റെ ഭാവമായിട്ടും അവരൊരു പാവങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞത് തന്നെയാണ് വാസ്തവം. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും വെളിച്ചം കാണുന്ന സാഹചര്യം കേരളത്തിലില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ക്രൈസ്തവരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഉണ്ടായി? ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തൽക്കാലം ഒന്ന് തടിതപ്പി നിൽക്കുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് വഖഫ് ഭൂമി സർക്കാരിന് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ മാത്രമാണോ അതിന്റെ പാർട്ട്? സ്റ്റേറ്റ് ഗവൺമെന്റുകളും വഖഫിന്റെ റൈറ്റിലേക്ക് പെടുന്നില്ലേ? അപ്പോൾ ഇത് ഈ ഒരു വിഷയത്തിന്റെ കൃത്യമായ ഫോക്കസ്, അല്ലെങ്കിൽ ഈ വഖഫ് നിയമം എന്താണ്, വഖഫ് നിയമ ബോർഡിന് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുന്നു. ആകെ വിഷയങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് BJP ഇപ്പൊ ഈ പാർലമെന്റ് സമിതിയിൽ ഇത് അവതരിപ്പിച്ച് ബില്ല് പാസ്സാക്കുമെന്ന് പ്രധാനമന്ത്രി പോലും ലിസ്റ്റ് പുറത്തേക്ക് വിട്ടതാണ്. ഇത്തവണത്തെ ചർച്ച ചെയ്യുമെന്നുള്ള എന്തെല്ലാം വിഷയങ്ങൾ ഇത്തവണ പാർലമെന്റ് യോഗങ്ങളിൽ ചർച്ച ചെയ്യുമെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്ന ഒരു BJPയുടെ ഒരു അടവ് നയമാണ്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാതെ, അല്ല, ഈ ബില്ല് പാസ്സാക്കാതെ, വഖഫ് അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കാതെ അത് നെക്സ്റ്റ് പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിലേക്ക് വരെ പോകുമ്പോൾ ഒരു 2-2.5 മാസം കൂടി 3 മാസം കൂടി നീണ്ടുപോകും. അപ്പോൾ നീണ്ടുപോകുമ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും ഇവിടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഇതിന്റെ അടിവേര് വരെ ജനങ്ങൾക്ക് മനസ്സിലാവും. വഖഫ് ബോർഡിന്റെ പൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളും ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് BJP ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഇത്തവണ തന്നെ ജയസൂര്യൻ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ട് അത് പാസ്സാക്കി പോകാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. മുത്തലാഖ് നിയമം പാസ്സാക്കിയപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളും വീണ്ടും ചർച്ചകളും നീട്ടിവെക്കലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാം. പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടണം, പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് BJPക്ക് ആണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകൂ എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തായാലും അതങ്ങനെ നടക്കട്ടെ. പക്ഷെ വഖഫ് അമെന്റ്മെന്റ് ബില്ല് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തുള്ള 2013 995 ട്രൈബ്യൂണൽ സ്ഥാപിച്ച് 2013 വീണ്ടും അമെന്റ്മെന്റ് വരുത്തി. എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ഈ വിഷയങ്ങൾ പൊന്തി വന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് 2013 കഴിഞ്ഞതിന് ശേഷം 2014 BJP ഗവൺമെന്റ് വന്നു. ഇവരൊരു 5 വർഷം സൈലന്റ് ആയി ഇരുന്ന് നോക്കി. വീണ്ടും അടുത്ത ഭരണം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോഴും BJP തന്നെ കയറിയപ്പോൾ ഇവർക്ക് മനസ്സിലായത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. ഇനിയെങ്കിലും ഇത് പിടിച്ചെടുക്കലിന്റെ കാര്യങ്ങളിലേക്ക് വന്നില്ലെങ്കിൽ രക്ഷയില്ല എന്നതുകൊണ്ടാണ് 2018-19 കാലഘട്ടങ്ങൾ തൊട്ട് വഖഫ് ബോർഡ് നോട്ടിഫൈ ചെയ്യാനും പിടിച്ചെടുക്കാനും ഒക്കെ തുടങ്ങിയത്. അതാണ് ഇപ്പോൾ കൂടുതൽ വിഷയങ്ങളിലേക്ക് വന്നത്. അല്ലാണ്ട് ഈ നിയമങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഇത് സൈലന്റ് ആയിട്ടിരുന്നതാണ് വഖഫ് ബോർഡ്. ഇത് നമ്മളാരും അറിഞ്ഞിരുന്നുമില്ല. ഇനി ഇതൊരു മുനമ്പം നിവാസികളുടെ, അവിടുത്തെ സമരസമിതി നേതാവ് ജോസഫ് ബെന്നിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അവർക്ക് റവന്യൂ അധികാരങ്ങൾ തിരിച്ചു കിട്ടിയാൽ എല്ലാമായി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത്തരം ഒരു കാര്യങ്ങളിലേക്കല്ല ഇത് വരേണ്ടത്. ഇത് മുസ്ലിം ചില സംഘടനകൾ പറയുന്നത് എന്താണ്? ഈ മുനമ്പം നിവാസികളുടെ സ്വത്തിനുള്ള തുല്യമായ തുക അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ആ ലാൻഡ് വിട്ടുകൊടുത്തിട്ട് അത് ഫാറൂഖ് കോളേജിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നുള്ളത് അതല്ല വേണ്ടത്. ഇതിൽ തെറ്റിനെ തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിലേക്ക് ഗവൺമെന്റ് സ്ഥാപിക്കണം. അല്ലാതെ സെറ്റിൽമെന്റുകളിലൂടെ വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ അത് വഖഫ് വിട്ടുകൊടുത്താൽ അത് വഖഫായി മാറി എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അത് ജോസഫ് ബെന്നി അടക്കം അറിയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. റവന്യൂ അധികാരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചാൽ അത് ജുഡീഷ്യൽ അല്ലെങ്കിൽ അത് കോടതിയിലല്ലേ, അത് ഞങ്ങൾക്ക് അതിന്റെ അടിയാധാരങ്ങളൊക്കെ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് അത് ലഭിക്കും. അങ്ങനെയല്ല. അത് എന്തുകൊണ്ട് മുനമ്പം നിവാസികളുടെ മേല് അല്ലെങ്കിൽ ഈ ലാൻഡിൽ മേല് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതിനുള്ള റൈറ്റ് അവർക്ക് ഇവിടുന്ന് കിട്ടി. ആ റൈറ്റ് അത് എടുത്തു മാറ്റപ്പെടേണ്ടതാണ്. അത് വഖഫ് ട്രിബ്യൂണലിലല്ല ഇത് കേസുകൾ നടക്കേണ്ടത്. ഇത് സിവിൽ കോടതികളിലാണ് നടക്കേണ്ടത്. അതിന് തെറ്റായ രീതിയിൽ സുപ്രീം കോടതിക്ക് മേൽ അധികാരമുള്ള ഒരു വഖഫ് ബോർഡിനെ, ഒരു മത കോടതിയെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനാനുസൃതമായി സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് എടുത്തു കളയാനുള്ള ആർജവത്വം കാണിക്കുന്ന സർക്കാർ അവരാരാണോ അതിന് ആ വിഷയത്തിൽ ജനങ്ങൾ സപ്പോർട്ട് കൊടുക്കും.
അതിന് ഇതിപ്പോ ഇപ്പോഴത്തെ പാർലമെന്റ് യോഗത്തില് പ്രതിപക്ഷ എംപിമാർ എന്താണ് ചെയ്തത്? വഖഫ് അമെൻഡ്മെന്റ് ബില്ല് ഇപ്പോൾ ചർച്ച ചെയ്യരുത്, നീട്ടിവെക്കണമെന്ന് ഒരുമിച്ച് കൊടുത്തില്ലേ? അതിനകത്ത് കേരളത്തിലെ 20 എംപിമാരും പങ്കില്ലേ? ക്രൈസ്തവ എംപിമാർക്കിന്റെ പങ്കില്ലേ? ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മുമ്പാണെങ്കിൽ ഓക്കെ, എംപിമാർക്ക് അറിയില്ലായിരുന്നു എന്നെങ്കിലും പറയാം. വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ എന്തായിരുന്നു, അപകടങ്ങൾ എന്തായിരുന്നു എന്നുള്ള അറിയില്ലായിരുന്നു പറയും. ഇനി അവർക്ക് അത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ ആരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊറാട്ട നാടകം ചെയ്യുന്നത്? ഇപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ പോലെ JPC-യിലേക്ക് ഒരു കേരളത്തിൽ നിന്ന് ഒരു എംപിമാരെ പോലും കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ കൃത്യമല്ലേ അവരുടെ അജണ്ട എന്താണെന്നുള്ളത്? അങ്ങനെ നിലപാടെടുക്കുന്നവർ ഇനി 3 മാസമല്ല 5 മാസമല്ല 6 മാസം കിട്ടിയാൽ പോലും ഈ വിഷയം പഠിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയത്തില്ല. അതെ അതെ അതെ. പക്ഷേ ഇത് ഒരു കേസുണ്ട്, ഇത് ഞാൻ പറയുന്നത് പ്രതിപക്ഷ അംഗങ്ങളോടടക്കം കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും പറയാണ്, വഖഫ് ഭേദഗതി ബില്ല്, അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ നീണ്ടുപോകും തോറും BJPക്ക് വളർച്ച ഉണ്ടാവുന്നല്ലാണ്ട് വേറൊന്നും ഇവിടെ ഉണ്ടാവില്ല. ചർച്ച ചെയ്ത് കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ പാലക്കാട് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള വോട്ട് ബാങ്കിന്റെ ഒരു പാറ്റേൺ മാറിയതും ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജോസഫ് ബെന്നി, ഈ മുനമ്പം ജനത നടത്തുന്ന ഈ ഒരു ഐതിഹാസിക ഒരു സമരം, നമുക്കറിയാം 3 മാസത്തേക്ക് ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു കാലാവധി, അത് കഴിയുമ്പോൾ അത് ഒരു എക്സ്റ്റൻഷൻ അവർ ചോദിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു വഖഫ് ഭേദഗതി ബില്ല്, അതിനും ഏകദേശം ഒരു 3 മാസത്തെ ഒരു കാലാവധി, അത് പാസ്സാക്കിയെടുക്കാൻ ഒരു കാലാവധി നിലവിലെ സാഹചര്യത്തിൽ നാം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സമരത്തിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഈ വിഷയത്തിൽ മുനമ്പം സമരസമിതി ഇനിയും കൂടുതൽ ജാഗ്രത ശക്തമാക്കേണ്ട ഒരു നാളുകളല്ലേ ഇനി വരാൻ പോകുന്നത്? ശ്രീ ജോസഫ് ബെന്നി. ഞങ്ങളുടെ മുന്നിൽ 3 ചാൻസ് ആണുള്ളത്. അതിൽ ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന അമെൻമെന്റ് മുൻകാല പ്രാബല്യത്തോടുകൂടി പാസ്സാകും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതൊരു സൊല്യൂഷൻ ആയിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഈ വഖഫ് ബോർഡിൽ നിന്നും 2013 വരെയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ നിന്നും ഇത് മാറി കളക്ടറും അതേപോലെ അടങ്ങുന്ന ഒരു സമിതി അന്വേഷിക്കുമ്പോൾ നേരെ അത് റിലീസാവും. രണ്ടാമത്തേത്, ഇപ്പോ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ജുഡീഷ്യൽ കമ്മീഷൻ, ആ ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടുത്തെ താമസക്കാർ, ഇവിടുത്തെ 610 കുടുംബങ്ങൾ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരുന്നതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. മൂന്നാമത്തേത്, കോടതി സംബന്ധമായിട്ടുള്ള വിധി തീർപ്പ്, അതും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് അടിയന്തിരമായിട്ടുള്ള ഒരു പ്രശ്നം, കഴിഞ്ഞ 34 വർഷം 1953 മുതൽ 1989 വരെ ഞങ്ങൾ കേസ് നടത്തിയതാണ്. 87 വരെ കേസ് നടത്തി, 88-ലെ റെസൊല്യൂഷൻ പാസ്സാക്കി, 89-ൽ ഞങ്ങൾ വാങ്ങിക്കുന്നു. അപ്പൊ ആ കാലഘട്ടം മുഴുവനും ഞങ്ങൾക്ക് ഒരു സഹനമായിരുന്നു. സഹന സമരത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഞങ്ങൾക്കൊരു സമൂഹത്തിലെ ഒരു ഉയർച്ച ഉണ്ടായിരുന്നില്ല. തുടർന്ന് കിട്ടിയ കുറച്ച് നാളുകൾ കൊണ്ട്, അതായത് 89 മുതൽ പിന്നീട് ഞങ്ങളുടെ ഇവിടുത്തെ സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർച്ചകളിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിരുന്നു. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് 2022 മുതൽ സംഭവിച്ചത്. അപ്പൊ ഈ 3 വർഷം കൊണ്ട്, അതിന് മുൻപുള്ള പ്രശ്നങ്ങൾ, കൊറോണ അതൊരു വലിയതായിട്ട് ഞങ്ങളെ തീരപ്രദേശത്തെ ബാധിച്ചിരുന്നു. അതേപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങള്, ഇതെല്ലാം ഞങ്ങളെ ബാധിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ഞങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട്, അതായത് ബാങ്ക് വായ്പകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുടങ്ങി പ്രശ്നത്തിൽപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം അടിയന്തിരമായിട്ട് വേണം. അത് ഗവൺമെന്റിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ കിട്ടും. അത് ഞങ്ങൾക്ക് കുറേയേറെ പരിഹാരമാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ വായ്പകളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഒരു സ്വസ്ഥത വന്ന് നിന്നിട്ട് നമുക്ക് ലീഗൽ ഫൈറ്റിംഗ് നടത്താം, അത് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എല്ലാം സ്തംഭിച്ച് പെട്ടെന്ന് ഞങ്ങൾ വീണ്ടും ഈ കോടതി കയറി ഇറങ്ങി വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പ് നടത്തണമെന്ന് പറഞ്ഞാല് അത് എങ്ങനെ ഞങ്ങൾ സഹിക്കും? ഞങ്ങളുടെ അടുത്ത് പലരും പറയുന്നുണ്ട്, നിങ്ങൾ അതിൽ നിൽക്കല്ലേ, അതിൽ പെട്ടുപോകും. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യത്തെ വഴി അടഞ്ഞു. ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് നിന്നത്
ഈ പ്രാവശ്യം, അതായത് ഈ അവസരത്തിൽ അമെൻമെന്റ് ബില്ല് പാസ്സാക്കും. ഇവിടെ ഞങ്ങൾ 2 മന്ത്രിമാർ വന്നിരുന്നു, അതേപോലെ BJP-യുടെ എല്ലാ നേതാക്കന്മാരും. ഇന്നും ഞങ്ങളുടെ BJP-യുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഇന്ന് വന്നിട്ട് വളരെ വിഷമത്തിലാണ് പുള്ളി. എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം അതിനെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ കാണുന്നത്. അപ്പൊ പിന്നെ അടുത്തൊരു ചാൻസ് ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിനോട് ഞങ്ങൾ ചേർന്ന് നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളത് വിചാരിക്കണ്ടേ? ഞങ്ങളത് വിചാരിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ മോചനം എവിടെ നിന്നും കിട്ടും? കേസ് നടത്തി കോടതി കയറി ഇറങ്ങി ഒരിക്കലും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ തലമുറയോ അടുത്ത തലമുറയോ വന്നാലും ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇവിടുത്തെ 610 കുടുംബങ്ങൾക്ക് എന്ത് വില കൊടുത്തും ഏത് വിധേനയും ഞങ്ങളെ ഇവിടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് ഞങ്ങൾക്ക് തരും. എന്നിട്ട് നമുക്ക് പിന്നെ നടത്താം. പിന്നെ ഇത് ഞങ്ങളുടെ പ്രശ്നം മാത്രമല്ല, അത് ശരിയാണ്. ഞങ്ങളെ സഹായിക്കാനായിട്ട് പലരും വരുന്നുണ്ട്. ഏത് രീതിയിൽ നിയമസഹായം തരാമെന്നും പറഞ്ഞു. പക്ഷേ ഈ സഹായങ്ങളെല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടുപോകൂലേ? ഞങ്ങൾക്ക് രാത്രിയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതെങ്ങനെ വരും? ഒരു ചെറിയൊരു നിലനിൽക്കാൻ ഒരു ചെറിയ സ്റ്റെപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇത് മോളിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് നിലനിൽപ്പ്, ഞങ്ങളുടെ ഭൂമിയിലൊന്ന് ചവിട്ടി നിൽക്കാനുള്ള ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ ചേർന്ന് നിന്ന് തന്നെ പോകുന്നത്. ആ ഗവൺമെന്റ് ഞങ്ങൾക്ക് ആ നിലനിൽപ്പിനുള്ള സ്റ്റെപ്പ് തരും. ഓക്കെ. ഒപ്പം ഈ സമരത്തിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ശ്രീ ജോസഫ്? ഈ ഒരു ദിവസങ്ങൾ, ഇനി വരുന്ന 3 മാസക്കാലം ഈ സമരത്തിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഞങ്ങൾ വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. കളക്ടറേറ്റ് പിക്കറ്റിംഗ്, തഹസിൽദാറിന്റെ ഓഫീസിൽ, അതെല്ലാം ഞങ്ങൾ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഇവിടത്തെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളി അങ്കണത്തിൽ നടത്തുന്ന നിരാഹാര സമരം ഞങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ പോകും. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, ഈ BJP കൊണ്ടുവന്ന ഈ ഒരു ഭേദഗതി ബില്ല്, അപ്പോൾ ഈ പലരും അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ മുനമ്പം ജനതയുടെ ആശങ്കകൾക്ക് പരിഹാരമാകണമെങ്കിൽ അതിനൊരു മുൻകാല പ്രാബല്യം കൂടി ആ ഒരു ഭേദഗതിയിൽ കൊണ്ടുവരണം എന്നൊരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം പലരും പങ്കുവെക്കുന്നുണ്ട്. അതിലുള്ള ഒരു BJP-യുടെ ഒരു നിലപാട് എന്താണ്? ഈ മുൻകാല പ്രാബല്യം എന്നെല്ലാവരും പറയുമ്പോൾ ഈ മുൻകാല പ്രാബല്യം എന്ന് പറയുന്നതിന് ഭയപ്പെടേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി ഈ അമെൻഡ്മെന്റ് ബില്ലിൽ പറയുന്നു. അതായത് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ശരീഅത്ത് നിയമം അനുസരിച്ച് അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ്. അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമി എങ്ങനെ സമർപ്പിക്കണം? ശരീഅത്ത് നിയമം അനുസരിച്ച് അതിന് മുദ്രപത്രം വേണ്ട, ആധാരം എഴുതണ്ട, കടലാസും പേനയും ഒരിടത്തും രേഖപ്പെടുത്തേണ്ടതില്ല, രജിസ്റ്റർ ചെയ്യണ്ട, വെറുതെ ഒരാളുടെ സാക്ഷി പോലും വേണ്ട, ഒരാളോട് പറയണ്ട. പിന്നെ എന്താണ്? മനസ്സിൽ വിചാരിച്ചാൽ മതി. പാലായിൽ താമസിക്കുന്ന ഞാൻ ജോസഫ് ബെന്നിയുടെ വീടും പുരയിടവും വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ അത് വഖഫായി. മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, ഞാൻ പറയുക പോലും വേണ്ട, വഖഫായി. എന്നിട്ട് എന്റെ മക്കളുടെ കാലത്ത് എന്റെ മക്കളുടെ മക്കൾ പറയാണ്, എന്റെ അപ്പൂപ്പൻ ഇത്രാം ആണ്ട് ഇത്രാം തീയതി ഈ ജോസഫ് ബെന്നിയുടെ വീടും പുരയിടവും വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡിനെയോ ട്രിബ്യൂണലിനെയോ സമീപിച്ചാൽ അപ്പോൾ തന്നെ ജോസഫ് ബെന്നിയുടെ മക്കളുടെ മക്കൾക്ക് നോട്ടീസ് കിട്ടും. ഇതാ താങ്കളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഭൂമി എന്റെ ഗ്രാൻഡ് ഫാദർ അന്ന് വഖഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് നിലവിലിരിക്കുന്ന നിയമം. കേട്ടാൽ വിശ്വസിക്കില്ല, ഇതാണ് നിയമം. അപ്പോൾ റിട്ടേൺ അഗ്രിമെന്റ് വേണ്ട, യാതൊരു രേഖയും വേണ്ട, സാക്ഷികൾ വേണ്ട, പേന കൊണ്ട് പേപ്പറിൽ എഴുതണ്ട, മനസ്സിൽ വിചാരിച്ചാൽ വഖഫാണ്. പിന്നെയോ അടുത്ത നിയമം, വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്നും വഖഫാണ്, എത്ര 1000 വർഷങ്ങൾ കഴിഞ്ഞാലും വഖഫാണ്. ഈ 2 നിയമങ്ങൾ ഉള്ളത്തോളം കാലം നമുക്ക് ഇതിനെ നിരോധിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോഴും എനിക്ക് വലിയ വിഷമം തോന്നുന്നു, ജോസഫ് ബെന്നി ഇത്ര വലിയ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആൾ ഇപ്പോഴും കരുതുന്നത് ഞങ്ങൾ കോടതി പോകുന്നതാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് പോലും ഒരു വഖഫ് ട്രിബ്യൂണലിന്റെ മേൽ അധികാരമില്ല. ഇത് വളരെ വ്യക്തമാണ്. 1995 നരസിംഹറാവു, 2013 മൻമോഹൻ സിംഗ്, ഈ 2 പേരുടെയും കാലഘട്ടത്തിൽ പാർലമെന്റിൽ കൃത്യമായിട്ടത് പാസാക്കി ഭരണഘടനയെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് പോലും, താഴത്തെ മജിസ്ട്രേറ്റ് കോടതി മുതൽ മുകളിലത്തെ സുപ്രീം കോടതിക്ക് പോലും ഇതിൽ ഇടപെടാൻ അധികാരമില്ല. അപ്പോൾ കോടതി പോയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ രജിസ്റ്റർ ഉണ്ടാക്കണം. ഇതാണ് തിരുത്തൽ. അതായത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ പോരാ, അതാരെങ്കിലും പ്രഖ്യാപിച്ചാൽ പോരാ,
അതിന്റെ കൃത്യമായ ആധാരം കാണിക്കണം. ആ ആധാരത്തിനകത്ത് ഇത് വഖഫാണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. വഖഫിന്റെ കൃത്യമായ രേഖകൾ കാണിക്കണം. അതിന്റെ അതിർത്തി കാണിക്കണം. കാണിക്കണം. ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കി ആ ഡാറ്റാ ബാങ്ക് കേന്ദ്ര ഗവൺമെന്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യപ്പെടുകയില്ല. എന്താ കാരണം? വഖഫ് ചെയ്യുന്ന ഭൂമി തർക്കഭൂമിയാകാൻ പാടില്ല എന്ന് നിയമമുണ്ട്. വഖഫ് നിയമമുണ്ട്. അതായത് ശരീഅത്ത് നിയമം തന്നെയുണ്ട്. അതുകൊണ്ട് വളരെ മനഃപൂർവ്വമാണ്, വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടിയിട്ടാണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന സംവിധാനം തിരുത്തൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭേദഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ മുൻകാല പ്രാബല്യത്തെ കുറിച്ച് ആരും ഭയപ്പെടുകയേ വേണ്ട. ഒരു മുൻകാല പ്രാബല്യവും കൊണ്ട് ആർക്കും വരാൻ പറ്റില്ല. കൃത്യമായും വഖഫിന്റെ രേഖയിലുള്ളതല്ലാതെ ഒരു സെന്റ് ഭൂമി പോലും, 1 ഗ്രാം സ്വർണം പോലും, ഒരു തരി മണ്ണ് പോലും ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ആ തരത്തിൽ വളരെ പഴുതടച്ച് തന്നെയാണ് ഈ പറഞ്ഞ ഭേദഗതി വരാൻ പോകുന്നത്. രജിസ്റ്ററിനകത്ത് ഇത് കയറുന്നത് മാത്രമാണ് വഖഫ്. വെറുതെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഴുവൻ നിയമങ്ങളും അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ റവന്യൂ നിയമങ്ങളും അംഗീകരിച്ച് മാത്രമേ അത് തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുൻകാല പ്രാബല്യം എന്നുള്ള ഭയമേ വേണ്ട. ഓക്കെ, നേരത്തെ ശ്രീ റോണി സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ. ഈ 95-ലും ഈ 2013 95-ൽ വഖഫിന് ഒരു അധികാരം കൊടുക്കുന്നു. അത് 2013 എത്തിയപ്പോഴേക്കും ഒരു അമിതമായിട്ടുള്ള ഒരു അധികാരത്തിലേക്ക് വരുന്നു. 2009, 2014 ആ ഒരു കാലഘട്ടത്തിലൊക്കെ BJP പ്രതിപക്ഷത്തുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന LK അഡ്വാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ പ്രതിപക്ഷ നിരയിലുണ്ട്. 95-ലും BJPക്ക് ഒരു പ്രതിപക്ഷത്ത് MP-മാരുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കാണിക്കുന്ന ആ ഒരു എതിർപ്പ് നമുക്കറിയാം. ഈ JPC-യിൽ പോലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒപ്പോസിഷൻ അവർ കാണിക്കുന്നു. നിയമ ഭേദഗതിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം. കേരള നിയമസഭ ഏകകണ്ഠമായി ഇത് പാസ്സാക്കുന്നു. അപ്പോൾ ഈ 95-ലും 2013-ലും ഇത്രയും രാജ്യത്തിന് അപകടം സൃഷ്ടിക്കുന്ന ഒരു നിയമം അന്നത്തെ ഭരണകൂടങ്ങൾ പാസ്സാക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു എതിർപ്പ് എന്തുകൊണ്ട് പ്രതിപക്ഷത്തു നിന്ന് വന്നില്ല എന്നൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം പൊതുസമൂഹം ചോദിക്കുക സ്വാഭാവികമാണ്. അതിനുള്ള മറുപടി. അതായത് പ്രതിപക്ഷം അന്നെതിരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഈ വസ്തുതകൾ കേരളം ചർച്ച ചെയ്യപ്പെടണം, തീർച്ചയായിട്ടും. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഇതുപോലുള്ള പല കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യുന്നില്ല. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ BJPയുടെ അന്നത്തെ നേതാക്കൾ, ഇതേ LK അദ്വാനിയും വാജ്പേയിയും അടക്കമുള്ള ആൾക്കാർ മലപ്പുറം ജില്ലയിൽ വന്ന് സമരം നടത്തി ജയിലിൽ പോയിട്ടുണ്ട്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഈ വസ്തുത ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ 95-ലും 2013-ലും ഈ നിയമം കോൺഗ്രസ് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ BJP ശക്തമായിട്ട് എതിർത്തതാണ്. അതിനെതിരെ അന്ന് പ്രക്ഷോഭം നടത്തിയതാണ്. പക്ഷേ അന്ന് ഇതേപോലെ അത് തമസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. മലപ്പുറം സമരം തമസ്കരിക്കപ്പെട്ടതുപോലെ തന്നെ തമസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ചർച്ചയുണ്ടായില്ല. അതൊന്നും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് പോലും ചെയ്തില്ല. അന്നും ഇന്നും ഒരേ നിലപാടാണ് BJPക്കുള്ളത്. കാരണം ഇത് നിസ്സാരമായ വിഷയമല്ല. നമ്മളിവിടെ 400 ഏക്കർ 404 ഏക്കർ എന്ന് പറയുന്നു. ഞാൻ കർണാടകത്തിന്റെ ചാർജുള്ള BJPയുടെ ഭാരവാഹിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ പോയപ്പോ 29,000 ഏക്കർ ഭൂമിയാണ് അവിടെ വഖഫ് ചെയ്തിരിക്കുന്നത്. 29,000 ഏക്കർ ഭൂമി വഖഫ് ചെയ്തു എന്ന് മാത്രമല്ല, അത് കൊമേഴ്ഷ്യൽ ലാൻഡായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. BJP അവിടെ ഓരോ ഗ്രാമങ്ങളിലും ഇന്ന് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. ഞാൻ കർണാടകത്തിലെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യ മുഴുവൻ ഈ സംഭവമുണ്ട്. അതുകൊണ്ട് ഇത് കേവലം കേരളത്തിലെയോ അല്ലെങ്കിൽ മുനമ്പത്തെയോ മാത്രം വിഷയമല്ല, ഇത് അഖിലേന്ത്യാ വിഷയമാണ്. BJPക്ക് അതിൽ ഉറച്ച സ്റ്റാൻഡുണ്ട്. 95-ലും 2013-ലും BJP അതിനെ ശക്തമായി എതിർത്തിട്ടുമുണ്ട്. ഓക്കെ, അവസാനമായി ശ്രീ റോണി അഗസ്റ്റിൻ, ഈ വഖഫ് മുനമ്പം വിഷയം പ്രത്യേകിച്ച് അവിടെ ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു സമരത്തിന് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഭിമന്യ പിതാക്കന്മാരൊക്കെ സമരപന്തലിലെത്തിയിട്ട് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു റീത്ത് ഭേദമന്യേ വലിയ രീതിയിലുള്ള ഒരു ഐക്യം ഈ ഒരു സമരത്തിന് നൽകുന്ന പിന്തുണയുടെ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ മുനമ്പം സമരം, നമുക്കറിയാം സമാനമായിട്ടുള്ള പല സമരങ്ങളും പൊതുസമൂഹം നേരിടുന്ന പല വിഷയങ്ങളിലും പല സമരങ്ങളും ക്രൈസ്തവ സമുദായ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മുനമ്പം സമരം കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നൽകുന്ന ഒരു പാഠങ്ങൾ എന്തൊക്കെയാണ് ശ്രീ റോണി അഗസ്റ്റിൻ?
അന്ധമായ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ക്രൈസ്തവർ മാറേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനമായ ഒരു പാഠം. വിഷയാധിഷ്ഠിതമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും കൃത്യമായി അതിന് പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ BJP-യുടെ ഒരു ആശയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് ക്രൈസ്തവരെല്ലാവരും BJP-ക്കാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ്, LDF-കാരാണ്, അങ്ങനത്തെ ഉള്ള ഒരു ചിത്രീകരണത്തിൽ നിന്ന് മാറണം. ഇപ്പോൾ ഇവിടെ മുനമ്പം വിഷയത്തിൽ എനിക്ക് അതിനകത്ത് ജോർജിയുടെ ഒരു കാര്യം പറയാനുള്ളത്, മുനമ്പം വിഷയത്തിൽ സിറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ എല്ലാ കത്തോലിക്ക സഭയുടെയും കൃത്യമായ പരിപൂർണ പിന്തുണയുണ്ട്. സിറോ മലബാർ സഭയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിവിധ രൂപതകളിൽ നിന്ന് അഭിവന്ദ്യ പിതാക്കന്മാരടക്കം സമരവേദിയിൽ എത്തിയിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ്, സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് കൃത്യമായി സമരവേദികളിൽ എത്തുന്നുണ്ട്. തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് ഞാനടക്കമുള്ള കത്തോലിക്ക കോൺഗ്രസ് സമിതി അംഗങ്ങൾ വന്നിരുന്നു. അഭിവന്ദ്യ പിതാക്കന്മാർ രണ്ടുപേരും സമരവേദിയിൽ സന്ദർശിച്ചിരുന്നു. അങ്ങനെ 3 വട്ടമെങ്കിലും തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് മാത്രം ടീമുകൾ അവിടെ പങ്കെടുക്കുകയും ഐക്യദാർഢ്യം കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഷയം എന്നുള്ളത് ഒരു ബേസിലല്ല. കാരണം ഇപ്പോൾ ചാവക്കാട് മേഖലകളിൽ 50ഓളം കുടുംബങ്ങൾക്ക് വഖഫ് നോട്ടീസ് നൽകി. അവിടെയും തൃശ്ശൂർ അതിരൂപത നന്നായിട്ട് അതിനുവേണ്ടി പിന്തുണ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം, അതൊരു പൊതുസമൂഹത്തിന് ഭീഷണിയാവുന്ന ഏതൊരു വിഷയത്തിലും കത്തോലിക്ക സഭയും സമുദായ സംഘടനകളും ഒക്കെ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം, എനിക്ക് ജോസഫ് ബെന്നിയോട് വീണ്ടും എനിക്കൊരു ഇത് തോന്നുന്നത്, മുങ്ങിച്ചാവാൻ പോകുന്നവന് ഒരു പിടിവള്ളി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം വീണ്ടും ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മീഷണർ ശുഭാപ്തി വിശ്വാസം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് അവരുടെ ഒരു വിഷയമാണ്. പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം, അങ്ങ് ഇപ്പോഴും പറയുമ്പോഴൊക്കെ മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം, മുനമ്പം നിവാസികൾക്ക് റവന്യൂ അധികാരങ്ങൾ തിരിച്ചിട്ട് അങ്ങ് അങ്ങനെ ചിന്തിക്കരുതേ. അങ്ങൊരിക്കലും മുനമ്പത്തുകാർക്ക് വേണ്ടി മാത്രം ചിന്തിക്കരുത്. കേരളത്തിലെ കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായ അംഗങ്ങളോ കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളോ മുനമ്പത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ശബ്ദമുയർത്തുന്നത്. ഇത് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ഭരണഘടനാനുസൃതമായി ലഭിക്കേണ്ട നീതിക്കെതിരെ നടക്കുന്ന ഒരു അന്യായത്തിനെതിരെയാണ് ശബ്ദമുയർത്തുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകരുത്. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. സമരത്തിന്റെ കേസിലായാലും ജോർജ് ചോദിച്ചിരുന്നു, സമരത്തിന്റെ സ്വഭാവം പിന്നെ എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നത് അതിന്റെ സ്വഭാവം പിന്നെ ഒന്ന് മെല്ലെ മെല്ലെ ഒതുങ്ങി വരുന്ന രീതിയിലേക്ക് ആവും എന്നാണ്. ഒരിക്കലും അങ്ങനെ ആവരുത്. ഇത് ചർച്ചാവേദിയിലേക്ക്, അത് കൃത്യമായി സമരവേദി ചൂടുമാറാതെ കൃത്യമായി ചടുലതയോടെ പോയാൽ മാത്രമാണ് നിങ്ങളടക്കമുള്ള വഖഫ് ബോർഡിന്റെ അന്യായം നേരിടുന്ന ആളുകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. ചർച്ചകൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് വിഷയങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം കഴിയും. അങ്ങയുടേതടക്കമുള്ള മുനമ്പം നിവാസികളുടേതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും മാധ്യമ ശ്രദ്ധ മാറിപ്പോകും. അങ്ങനെ ഉണ്ടാവരുത്. ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അങ്ങ് ചോദിച്ചു ഇതില് കത്തോലിക്ക സഭയുടെ സ്റ്റാൻഡ് എന്താണെന്ന്. കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വിഷയം ഇതാണ്: വിഷയാധിഷ്ഠിതമായി കത്തോലിക്ക കോൺഗ്രസ് ഇനി നിലപാടെടുക്കും. രാഷ്ട്രീയ അടിമത്തം കത്തോലിക്ക കോൺഗ്രസിനുണ്ടാവില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ എല്ലാ വോട്ടുകളും ഇന്ന രാഷ്ട്രീയ കക്ഷികൾക്കാണ് എന്നുള്ള ഒരു സ്റ്റാൻഡ് കത്തോലിക്ക കോൺഗ്രസിനില്ല എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനും വീണ്ടും ഊന്നി പറയുന്നു, വിഷയാധിഷ്ഠിതമായ പ്രശ്നങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടും. അത് ആരാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്ന് നോക്കുകയില്ല. കാരണം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് കൃത്യമായി ഇടപെടൽ നടത്തും. ഓക്കെ, ശ്രീ ജോസഫ് ബെന്നി, അങ്ങേക്ക് കൺക്ലൂഡ്. ഞാൻ പറഞ്ഞെന്ന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങളിപ്പോ ഒരു രോഗം വന്ന് കിടക്കുന്നു, ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓരോ രോഗിയും പരിശ്രമിക്കും. പക്ഷേ ബാക്കിയുള്ള പൊതുസമൂഹം ഈ രോഗം എങ്ങും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞങ്ങളുടെ രോഗം മാറിയാൽ ഞങ്ങളും 100% ഈ രോഗത്തിൽ ഒരു രോഗം ഉണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു സുഖം, ചെറിയ സുഖം ഞങ്ങൾക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏതറ്റം വരെയും പോകാനും ഞങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളെക്കാളും കുറെ കൂടി അഡ്വാൻസ് ആയിട്ട് ഞങ്ങളും ഈ മുനമ്പം തീരദേശവാസികളും വരാൻ തയ്യാറാണ്. ഞങ്ങൾക്കൊരു ഈ പറയുന്ന ചെറിയൊരു സമാധാനം കിട്ടണം, എന്നാൽ ഞങ്ങൾ റെഡിയാണ്.
യെസ് 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 വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും മുനമ്പം ജനത നടത്തുന്ന ആ ഒരു ഐതിഹാസിക സമരത്തിന് എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി നൽകുകയാണ്, എല്ലാവിധ ഐക്യദാർഢ്യവും ഒരിക്കൽ കൂടി നൽകുകയാണ്. ആ ജനത നേരിടുന്ന ആ ഒരു വിഷയം, ആ ജനത മാത്രമല്ല, ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ ഉടനീളം അനവധി ജനങ്ങൾ നേരിടുന്ന ആ ഒരു വിഷയം, അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എത്രയും വേഗം സമയബന്ധിതമായി അത് നടപ്പാക്കുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ഭരണകൂടങ്ങൾ കാണിക്കട്ടെ. ഈ പാവങ്ങളുടെ കണ്ണീര് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിണിത ഫലങ്ങൾ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കുണ്ടാവും, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടാകും എന്ന വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു ചർച്ച അവസാനിക്കുമ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോസഫ് ബെന്നി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ, 3 പേർക്കും നന്ദി.